ബയാസിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരാളുടെ പേര് ബയാസിഡ്. ബയാസിഡ് എന്ന സൂഫി മിസ്റ്റിക് തൻ്റെ യൗവനകാലത്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് ചോദിക്കുന്നതും ഒരു ചോദ്യമാണ്. ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യം, ബയാസിഡ് ചോദിച്ച ഒരു ചോദ്യം, ഈ ലോകത്തെ മാറ്റിമറിക്കാൻ എനിക്ക് കഴിയണം, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണം. കാരണം ഈ ലോകം തിന്മയിലാണ്. ഈ ലോകം തിന്മയിലായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് ശക്തി തരികയാണെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ എനിക്ക് കഴിയും. ബയാസിഡ് ഒരുപാട് കാലം ധ്യാനിച്ചു. യൗവനം കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോൾ ബയാസിഡിന്റെ ചോദ്യം മറ്റൊന്നായിരുന്നു. ഈ ലോകത്തെ മാറ്റിമറിക്കുക അസാധ്യമായി എനിക്ക് തോന്നുന്നു. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള ശക്തിയില്ല. എനിക്കൊരു സമൂഹത്തെ മാറ്റിമറിക്കാനാണ് ശക്തി തരണം. ബയാസിഡ് ഒരുപാട് കാലം വീണ്ടും ധ്യാനനിരതനായി. വാർദ്ധക്യത്തിന്റെ അടുത്തെത്തുന്ന സമയത്ത് ബയാസിഡിന്റെ ചോദ്യം വേറൊരു രീതിയിലേക്കായി മാറി. എനിക്ക് ഈ സമൂഹത്തെ മാറ്റാൻ കഴിയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഈ സമൂഹത്തെ മാറ്റിമറിക്കുക എന്നത് അസാധ്യമാണ്. അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള ശക്തി എനിക്ക് ദൈവമേ തരണമെന്നുള്ള പ്രാർത്ഥന ബയാസിഡ് മുന്നോട്ട് വെച്ചു. വർഷങ്ങൾ കടന്നുപോയി. ബയാസിഡിന്റെ പ്രാർത്ഥന വീണ്ടും മാറി. ബയാസിഡ് ദൈവത്തോട് പറഞ്ഞു, കുടുംബത്തെ മാറ്റുക അസാധ്യമാണ്. എനിക്ക് ലോകത്തെ മാറ്റാൻ കഴിഞ്ഞില്ല, ഒരു സമൂഹത്തെ മാറ്റാൻ കഴിഞ്ഞില്ല, എൻ്റെ കുടുംബത്തെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എന്നെ തന്നെ മാറ്റണമെന്നുണ്ട്. അതിനങ്ങ് എന്നെ സഹായിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ദൈവം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ബയാസിഡിനോട് പറഞ്ഞത്, ഈ സൂഫി മിസ്റ്റിക്കിനോട് പറഞ്ഞത്, ബയാസിഡ്, ഇത് നേരത്തെ ആവുമായിരുന്നെങ്കിൽ താങ്കളെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് താങ്കളെ രക്ഷപ്പെടുത്താമായിരുന്നു. സമയം വളരെ വൈകിപ്പോയി. അതുകൊണ്ട് താങ്കളെ മാറ്റാൻ എനിക്ക് സാധ്യമല്ല. ഇത് നമുക്ക് ലോകത്തിന് മുന്നിൽ വെക്കാനുള്ള ബയാസിഡിന്റെ ഈ കഥ, ഈ ചരിത്രം നമുക്ക് ലോകത്തിന്റെ മുന്നിൽ വെക്കാനുള്ള ഒരു കഥയാണ്. ഇവിടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഇതുമായി ഒരു സാമ്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് ദോഷമായിട്ടാണ് കാണുന്നത്, അവർക്ക് കുറ്റമായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് പരിവർത്തനം എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ചിന്തയിൽ നിന്നാണ് പരിവർത്തനം ഉത്ഭവിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ നിന്നാണ്. ചിന്ത മനസ്സിന് രൂപം കൊടുക്കുന്നതാണ്. ഈ സമൂഹത്തിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് വ്യത്യസ്ത മുഖങ്ങളാണുള്ളത്. വ്യത്യസ്തമായ മുഖങ്ങളാണുള്ളത്. ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ മുഖങ്ങളാണുള്ളത്. നിങ്ങളുടെ യഥാർത്ഥ മുഖം ആരും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങളും കണ്ടിട്ടില്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു മുഖമുണ്ടായിരുന്നു. ആ ജനിക്കുന്നതിന് മുമ്പുള്ള മുഖം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്കൊരു മുഖമുണ്ടാകും.
ഈ രണ്ട് മുഖങ്ങളാണ് യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ഒന്ന് നിങ്ങൾ ജനിക്കുമ്പോൾ മുന്നേ ഉണ്ടാകുന്ന, ജനിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന മുഖവും മരണത്തിന് ശേഷം നിങ്ങൾക്ക് വരാവുന്ന ഒരു മുഖവും, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്ന് പറയുന്നത്. ഇതിന് സെൻ പറയുന്നത്, താവോ ഭാഷയിൽ പറയുന്നത് മൗലികമായ മുഖം എന്നാണ്. ഇവിടെ അദ്ദേഹം ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. മൗലികമായ മുഖം എന്ന് പറയുന്നു, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മുഖം. നിങ്ങൾ ഈ കാണുന്നതൊന്നും ഒരു മുഖവുമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു ഗൃഹസ്ഥനായി ജീവിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുഖമുണ്ട്. കുറെ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ, നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള സേവനങ്ങളിൽ നിങ്ങൾക്ക് തൃപ്തി വരാതെ വരുന്ന സമയത്ത് പല ആളുകളും ആത്മീയ അന്വേഷകരായി മാറുകയും സന്യാസിമാരാവുകയും ചെയ്യും. സന്യാസിക്കും യഥാർത്ഥ മുഖമല്ല, മറ്റൊരു മുഖമാണ്. അത് പരിവർത്തനമല്ല. അത് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പരിവർത്തനമല്ല. പരിവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂന്തോട്ടത്തിൽ ഒരു പൂവ് വിടരുന്നത് പോലെ, നാം അറിയാതെ നിങ്ങളുടെ വളർച്ച നിങ്ങൾ കാണാത്തതുപോലെ, നിങ്ങളുടെ വളർച്ച നിങ്ങൾ ഒരിക്കലും കാണുന്നില്ല. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അന്നും ഇന്നും എന്നും ഒരേ തലമാണ്. ഒരു ഫോട്ടോ നോക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ വളർച്ച നിങ്ങൾ കാണാത്തതുപോലെയാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥ പരിവർത്തനം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്.